Good morning. Okay. കുട്ടികളായി 8 പേരായിട്ടുള്ള ജോയിൻ ചെയ്തേക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഇതൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? കുറച്ച് ദിവസങ്ങളായില്ലേ നമ്മൾ കണ്ടിട്ട്. വായിച്ചു നോക്കിയായിരുന്നോ? ഇൻട്രൊഡക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇൻട്രൊഡക്ഷൻ ആണ്. അതിൽ നിങ്ങൾ എന്താ എച്ചയിൽ പഠിച്ച കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ കുറച്ച് അതൊക്കെ നിങ്ങളൊന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. വായിച്ച അത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അതിന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മളിന്ന് എടുക്കുന്ന രണ്ടാമത്തെ ക്ലാസ് ആണ് കേട്ടോ ഇതിന്റെ. ഓക്കെ, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഇവിടെ ആയുർവേദ ചരക സംഹിത ഇതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ അല്ലെ? ത്രിദോഷ തിയറീസ്, ആയുർവേദ ത്രിദോഷ തിയറിയിൽ ബേസ് ചെയ്തിട്ടാണ് ഏതൊക്കെയാണ് വാത പിത്ത കഫ. അപ്പൊ അതിന്റെ എന്തെങ്കിലും ഇംബാലൻസ് ആണ് അല്ലെ? അതിന്റെ ആ ഒരു ഇംബാലൻസ് അതാണ് രോഗം ഉണ്ടാക്കുന്നത് എന്നാണ് ഈ ആയുർവേദം പറയുന്നത്. ഇവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. നെക്സ്റ്റ് പാരഗ്രാഫ് ആണ് കേട്ടോ. ഓക്കെ, ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ ആണോ ഷെയർ ചെയ്തിട്ടേക്കുന്നത്? Yes. Okay. But next paragraph, okay. During the 17th and the 18th centuries, there was a slow and balanced growth of modern system of medicine in India, starting with the entry of European Christian missionaries in South India in the 17th century. നമ്മൾ പഠിച്ചാലും തന്നെയാണ് അല്ലെ? 17th സെഞ്ചുറിയില് ക്രിസ്ത്യൻ മിഷണറീസിന്റെ വരവോടുകൂടി, യൂറോപ്യൻ ക്രിസ്ത്യൻ മിഷണറീസിന്റെ വരവോടുകൂടി എന്ത് ചെയ്തു? അവിടെ ആ മോഡേൺ സിസ്റ്റം ഓഫ് മെഡിസിൻ അതിന്റെ എന്തുണ്ടായി? ഒരു സ്ലോ, പതുക്കെ, പെട്ടെന്നുള്ള ഒരു പുരോഗതിയല്ല, ഒരു സ്ലോ സാവധാനത്തിലുള്ളതും അതുപോലെ ബാലൻസ്ഡ് ആയിട്ടുള്ള അല്ലെ, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഗ്രോത്ത് എവിടെ? മെഡിസിനില് അല്ലെ? മോഡേൺ സിസ്റ്റം ഓഫ് മെഡിസിൻ അതില് ആ ഒരു പ്രോഗ്രസ് അവിടെ ഉണ്ടായി എന്നാ പറഞ്ഞേക്കുന്നത്. ഇത് നമ്മൾ പഠിച്ചു തന്നെ കാര്യമാണ്. 17ാം നൂറ്റാണ്ടിലും 18ാം നൂറ്റാണ്ടിലും 17th and 18th സെഞ്ചുറിയില് ഇന്ത്യയില് എന്താ മോഡേൺ സിസ്റ്റം ഓഫ് മെഡിസിൻ അതിന്റെ എന്താ ഒരു സാവധാനത്തിലുള്ളതും ഒരു സമഗ്രമായിട്ടുള്ള അല്ലെ, അതായത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടായി. ആർക്കടെ വരവോടുകൂടിയാണ്? ക്രിസ്ത്യൻ മിഷണറീസ് അല്ലെ, യൂറോപ്യൻ ക്രിസ്ത്യൻ മിഷണറീസിന്റെ വരവോടുകൂടി എവിടെ? 17th 18th സെഞ്ചുറിയില് ആ മെഡിസിനില് എന്തുണ്ടായി? ഒരു സാവധാനത്തിലുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള വളർച്ച അവിടെ ഉണ്ടായി. ആർക്കടെ വരവോടുകൂടിയാണ്? യൂറോപ്യൻ ക്രിസ്ത്യൻ മിഷണറീസിന്റെ വരവോടുകൂടി. ഏത് ടൈമില്? 17th 18th സെഞ്ചുറികളില്. നമ്മൾ പഠിച്ചത് തന്നെയല്ലേ? ഓർക്കുന്നില്ലേ? എച്ച് പഠിച്ചിട്ടില്ലേ? ഇൻട്രൊഡക്ഷനിൽ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസിൽ പഠിച്ചല്ലേ? 17th സെഞ്ചുറിയില് യൂറോപ്യൻ ക്രിസ്ത്യൻ മിഷണറീസിന്റെ വരവോടുകൂടി മോഡേൺ സിസ്റ്റം ഓഫ് മെഡിസിനില് എന്തുണ്ടായി? ഒരു സ്ലോ ബാലൻസ്ഡ് ഗ്രോത്ത് ഉണ്ടായി. In 1668 at Chennai, the British opened the first modern hospital for soldiers. പഠിച്ചത് തന്നെ സെന്റൻസ് ആണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. പഠിച്ചില്ലേ? നമ്മൾ 1664 ചെന്നൈയില് ബ്രിട്ടീഷ് എന്ത് ചെയ്തു? ഫസ്റ്റ് മോഡേൺ ഹോസ്പിറ്റൽ ഫോർ ആർക്ക് വേണ്ടി? സോൾജേഴ്സിന് വേണ്ടിയിട്ട്, പട്ടാളക്കാർക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് മോഡേൺ ഹോസ്പിറ്റൽ ബ്രിട്ടീഷ് ചെന്നൈയില് ഓപ്പൺ ചെയ്തു. എന്താണ്? 1664. ആ ഡേറ്റും ഓർത്ത് വെക്കാം, എവിടെയാന്നുള്ളത് ആ പ്ലേസും നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ആ സെന്റൻസ്. 1664 at Chennai, the British opened the first modern hospital for soldiers. സോൾജേഴ്സിനായിട്ട് ഫസ്റ്റ് മോഡേൺ ഹോസ്പിറ്റലില് ചെന്നൈയില് 1664 ബ്രിട്ടീഷ് ഓപ്പൺ ചെയ്തു. In 1668 നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒന്ന് നോക്കിയാൽ കേട്ടോ. 1668 1668 അവിടെ 88 എന്നാ കിടക്കണേ, അത് 68 ആക്കിക്കോട്ടോ. നമ്മളെ എച്ചയിലും അത് തന്നെയാണ് പഠിച്ചത്. എന്താണ് ആ ഡേറ്റ്? 1668 അനദർ ഫോർ സിവിലിയൻസ്. സിവിലിയൻസ് എന്ന് പറഞ്ഞ ആരാണ്
അതാണ് സാധാരണക്കാര് അല്ലെ. സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് മോഡേൺ ഹോസ്പിറ്റൽ സ്ഥാപിച്ചത് 1668 1668. സിവിലിയൻസിന് വേണ്ടിയിട്ട് ഫസ്റ്റ് മോഡേൺ ഹോസ്പിറ്റൽ ഓപ്പൺ ചെയ്തു ബ്രിട്ടീഷ്. അപ്പൊ രണ്ട് കാര്യങ്ങളും ഓർത്ത് വെക്കാം. സോൾജേഴ്സിനായിട്ട് ചെന്നൈയില് 1664 അതുപോലെ സിവിലിയൻസിന് വേണ്ടിയിട്ട് 1668 ഫസ്റ്റ് ഹോസ്പിറ്റൽ സ്ഥാപിച്ചു. രണ്ടും ചെന്നൈ തന്നെയാണ് കേട്ടോ. ചെന്നൈയില് ആ രണ്ട് സെന്റൻസും അണ്ടർലൈൻ ചെയ്തിടാം. Organized medical training began with the introduction of the first medical college in Calcutta 1835. ആ ഡേറ്റ് നമ്മൾ പഠിച്ചതാണ്. ഫസ്റ്റ് മെഡിക്കൽ കോളേജ് എന്ന സ്ഥാപിച്ചത് കൽക്കട്ടയില് 1835 1835 ഫസ്റ്റ് മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചു. Then followed by school in Mumbai. മുംബൈയില് 1845 1845 മുംബൈയില് ഇതാണ് ഫസ്റ്റ് മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചു. ആൻഡ് ചെന്നൈയില് 1850. അത് ആ മൂന്ന് ഡേറ്റും ആ പ്ലേസും നോക്കി വെക്കുക കേട്ടോ. ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ഇൻ കൽക്കട്ടയിൽ എന്നാണ് 1835. Then മുംബൈയില് സ്ഥാപിച്ചത് 1845. Then ചെന്നൈയില് 1850 1850 ചെന്നൈയില് ഫസ്റ്റ് മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചു. മൂന്ന് ഡേറ്റും കിട്ടിയോ അവിടെ? കൽക്കട്ടയില്, മുംബൈയില്, ചെന്നൈയില്. ഓക്കെ, അത് നമ്മൾ അതുപോലെ തന്നെ നമ്മള് HIല് പഠിച്ചതാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഹെൽത്ത് സെനാരിയോ. അപ്പൊ അതിനകത്ത് നമ്മൾ എന്താ പറയാ, ഡേറ്റുകളും അതെവിടെയാണ് ആ പ്ലേസും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അതങ്ങനെ തന്നെ എക്സാമിന് ചോദിക്കും. ബ്രിട്ടീഷുകാര് നമ്മള് ഈ ഫസ്റ്റ് മോഡേൺ ഹോസ്പിറ്റൽ സോൾജേഴ്സിന് വേണ്ടിയിട്ട് സ്ഥാപിച്ചത് ചെന്നൈയിലാണ്. ഡേറ്റ് 1664. സിവിലിയൻസിന് വേണ്ടിയിട്ട് ഫസ്റ്റ് മെഡിക്കൽ ഹോസ്പിറ്റൽ മോഡേൺ ഹോസ്പിറ്റൽ സ്ഥാപിച്ചത് 1668 1668. ഫസ്റ്റ് മെഡിക്കൽ കോളേജ് കൽക്കട്ടയില് 1835, മുംബൈയില് 1845, ചെന്നൈയില് 1850 സ്ഥാപിച്ചു. നെക്സ്റ്റ് പാരഗ്രാഫ് ഹെൽത്ത് സെനാരിയോ. ആരോഗ്യ രംഗങ്ങൾ ഓരോ ഘട്ടങ്ങളാണ് കേട്ടോ ഹെൽത്തിന്റെ. ഹെൽത്ത് സെനാരിയോ. Over the past decades, healthcare services available in India have risen significantly. കഴിഞ്ഞ ദശകങ്ങളായിട്ട് ഇന്ത്യയില് ഹെൽത്ത് സർവീസ് നമുക്ക് ലഭ്യമായിട്ടുള്ള ഹെൽത്ത് സർവീസുകൾ എന്ത് ചെയ്തു? റൈസ് ആണ്, ഉയർന്നു. പണ്ടത്തെ ഒരു ഇതുപോലെയാണോ? നമ്മൾ ഓരോ വർഷങ്ങളും കഴിയുന്നതിനനുസരിച്ച് തന്നെ ഹെൽത്ത് കെയർ നല്ല ഒരു ആരോഗ്യ രംഗത്ത് തന്നെ വളരെയധികം പുരോഗതികളാണ് ഉണ്ടായിരിക്കുന്നത് അല്ലെ. അപ്പൊ അതാ പറഞ്ഞിരുന്ന ആരോഗ്യ സേവനങ്ങള് ഹെൽത്ത് സർവീസുകള് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്താണ്? താരതമ്യേന ഉയർന്നു എന്നാ പറഞ്ഞേക്കണേ. കഴിഞ്ഞ ദശകങ്ങളായിട്ട് ഹെൽത്ത് സർവീസ് ഇന്ത്യയിൽ എന്ത് ചെയ്തു? റൈസ് ചെയ്തു, ഉയർന്നുകൊണ്ടിരുന്നു. The doctor to population ratio in India is 1:2148. കണ്ടോ അവിടെ ഡോക്ടർ പോപ്പുലേഷൻ റേഷ്യോസ് നമ്മൾ പഠിച്ചതാണ് HIല് അല്ലെ. ഡോക്ടർ ടു പോപ്പുലേഷൻ റേഷ്യോ 1:2148. അതായത് 2148 ആളുകൾക്ക് ഒരു ഡോക്ടർ. കണ്ടോ, അതാണ് റേഷ്യോ പറയുന്നത് കേട്ടോ. ഒരു ഡോക്ടർ എത്ര പേർക്ക്? 2148 പേർക്ക്. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. ഇൻഫന്റ് മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫന്റ് മോർട്ടാലിറ്റി ഇതാണ് ശിശുമരണ നിരക്ക്. പഠിച്ചതാണ് നമ്മൾ അല്ലെ. ഇൻഫന്റ് മോർട്ടാലിറ്റി ഇതാണ് ശിശുമരണ നിരക്ക്. റേറ്റ് ഈസ് 64/1000 ലീവ് ബർത്ത്. 1000 ലീവ് ബർത്തുകളില് അവിടെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എത്ര? 64 ആണ്. കണ്ടോ, 64 പേര് എന്നുള്ള രീതിയിലാണ്. 1000
ജനനങ്ങളില് 64 വേരിയന്റ് ഉള്ളതാണ് ഇൻഫന്റ് മോർട്ടാലിറ്റി പറയുന്നത്. അതിന്റെ പറഞ്ഞേക്കുന്നത് ദ ഓവറോൾ മോർട്ടാലിറ്റി റേറ്റ് ഹാസ് ഡിക്ലൈൻഡ് ഫ്രം, എന്നാൽ മൊത്തത്തിലുള്ള മരണനിരക്ക് ഇതിപ്പോ കുട്ടികളുടെ മാത്രം പറഞ്ഞേക്കണേ അല്ലെ, ശിശു മരണനിരക്കാണ് പറഞ്ഞേക്കണത് 64/1000 ലിവ് ബർത്ത് എന്ന് പറഞ്ഞേക്കണത്. ഇനി മൊത്തത്തിലുള്ളത് പ്രായമായവരും കുട്ടികളും ഒക്കെ കൂടി മൊത്തത്തിലുള്ള ഓവറോൾ മോർട്ടാലിറ്റി റേറ്റ് ഹാസ് ഡിക്ലൈൻഡ്. ഡിക്ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? കുറഞ്ഞു. എത്രയായിട്ട് കുറഞ്ഞു? 27.4 എന്നുള്ളതിൽ നിന്ന് 1991 1991 27.4 എന്നുള്ളത് എത്രയായി മാറി? 8 ആയി മാറി. കണ്ടോ? അത്രയും കുറഞ്ഞു എന്നാ പറഞ്ഞേക്കണേ. എന്ത്? ഓവറോൾ മോർട്ടാലിറ്റി റേറ്റ്. എന്തുകൊണ്ടാ? അവിടെ ഹെൽത്ത് പുരോഗമിച്ചു എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ഹെൽത്ത് കെയർ സർവീസ് ഇംപ്രൂവ്മെന്റ് ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് അധികം ആളുകളൊക്കെ രോഗം വന്ന് മരിക്കുന്നതൊക്കെ കുറവായി അല്ലെ. അപ്പൊ മൊത്തത്തില് ഓവറോൾ മോർട്ടാലിറ്റി റേറ്റ് നോക്കുമ്പോൾ എങ്ങനെയാ? കുറയാണോ കൂടുകയാണോ ചെയ്തേ? ഓവറോൾ മോർട്ടാലിറ്റി റേറ്റ് കുറയാണോ കൂടുകയാണോ? എന്താ ചെയ്തേ? ഇവിടെ ഉണ്ട് എല്ലാവരും. കുറഞ്ഞു അല്ലെ. 27.4 ആയിരുന്നു, അതിൽ നിന്ന് 8 ആയി മാറില്ലോ. വെരി ഗുഡ്, കുറഞ്ഞു. Life expectancy at birth has increased from 37.2 years to 60.6 years over the same time period. അതുപോലെ തന്നെ നമ്മുടെ ആയുർദൈർഘ്യം, ആയുസ് എങ്ങനെയാണ്? ഹാസ് ഇൻക്രീസ്ഡ്, കൂടി. കണ്ടോ? ആയുസ് കൂടി. ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത് ഹാസ് ഇൻക്രീസ്ഡ് ഫ്രം 37.2 നിന്ന് എത്രയായി? 60.6 ഇയേഴ്സ് എന്നുള്ളതായി മാറി. അപ്പൊ അവിടെ എന്താ പറഞ്ഞ? മരണനിരക്ക് നമ്മൾ പറഞ്ഞു കുറഞ്ഞു എന്ന് പറഞ്ഞു അല്ലെ. 27.4 നിന്ന് 8 ആയി കുറഞ്ഞു. അപ്പൊ എന്താ? അവർക്കുടെ ആയുസ് എന്ത് ചെയ്തു? ആയുർദൈർഘ്യം അവർക്കുടെ കൂടി. ഇതൊക്കെ ഒന്ന് വെറുതെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അണ്ടർലൈൻ ചെയ്യാനുള്ളത് ഞാൻ പറയാം കേട്ടോ, അത് അണ്ടർലൈൻ ചെയ്തിട്ട്. ഇനി സിൻസ് ദ ഇൻഡിപെൻഡൻസ്, ഇനി നോക്കിയേ, ആ ഇൻഡിപെൻഡൻസിന് ശേഷം നോക്കിയേ, പ്ലെന്റിഫുൾ പ്രോഗ്രസ് ഹാസ് ബീൻ അറ്റൈൻഡ് ഇൻ ദ പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എന്തുണ്ടായി? ആരോഗ്യം പ്രൊമോട്ട് ചെയ്യുക. പ്രൊമോട്ട് ചെയ്യുക എന്ന് വെച്ചാൽ പ്രോത്സാഹിപ്പിക്കുക അല്ലെ. ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതില് ധാരാളം പുരോഗതി ഉണ്ടായിരുന്നു. എവിടെ? ഇൻഡിപെൻഡൻസിന് ശേഷം. അതുവരെയൊക്കെ നമ്മൾ എന്താ, മുമ്പൊക്കെ അത്ര ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ ഉണ്ടാകുന്നില്ല. എന്നാൽ ഇൻഡിപെൻഡൻസിന് ശേഷം എന്ത് ചെയ്തു? ധാരാളം പ്രോഗ്രസ് ഉണ്ടായി. എന്തിനാ? ഇന്ത്യയില് ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതില്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ അവിടെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക ചെയ്യുന്നത്. ഇൻഡിപെൻഡൻസിന് ശേഷം ആരോഗ്യം പ്രൊമോട്ട് ചെയ്യുക എന്ന് വെച്ചാൽ പ്രോത്സാഹിപ്പിക്കുക. പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ഇൻ ഇന്ത്യ. ഇന്ത്യയില് ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിന് ധാരാളം പുരോഗതികൾ ഉണ്ടായി. സ്മോൾ പോക്സ് ഹാസ് ബീൻ എലിമിനേറ്റഡ്. കണ്ടോ? അവിടെ എന്താ? സ്മോൾ പോക്സ് ഇല്ലാതായി. എലിമിനേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇല്ലാതാവുക. അപ്പൊ ആ ഒരു ഇതിനകത്തെ കാലഘട്ടത്തില് സ്മോൾ പോക്സ് ഇല്ലാതായി. ആൻഡ് മോർട്ടാലിറ്റി ഫ്രം കോളറ ആൻഡ് അതർ റിലേറ്റഡ് ഡിസീസസ് ഹാസ് ഡിക്രീസ്ഡ്. കണ്ടോ? കോളറ വന്ന് മരിക്കുന്നതും അതുപോലെ തന്നെ മറ്റുള്ള കോളറ പോലുള്ള മറ്റുള്ള അസുഖങ്ങളൊക്കെ വന്ന് മരിക്കുന്നത്, ആ മോർട്ടാലിറ്റി എന്ത് ചെയ്തു? കുറഞ്ഞു. കണ്ടോ? ഹെൽത്തിൽ ഇംപ്രൂവ്മെന്റ് വന്നില്ലേ? അതുകൊണ്ട് തന്നെ സ്മോൾ പോക്സ് ഇല്ലാതായി. പിന്നെ കോളറയെ പോലുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങളിൽ നിന്നുണ്ടാകുന്ന മരണനിരക്ക് എന്ത് ചെയ്തു? കുറഞ്ഞു. ഡിക്രീസ്ഡ്. But എന്നാൽ episode of cholera continue to remark and the incidence of tuberculosis is not minimal. ഇവിടെ എന്താ പറഞ്ഞേ? നമ്മള് കോളറയും അതിനോട് ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങളും കുറഞ്ഞു അല്ലെ. അതിൽ നിന്നുള്ള മരണനിരക്ക് കുറഞ്ഞു എന്നാ പറഞ്ഞത്. ആ ഒരു രോഗം, കോളറ വന്ന് മരിക്കുന്നത് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങൾ വന്ന് മരിക്കുന്നത്, ആ മോർട്ടാലിറ്റി കുറഞ്ഞു. കണ്ടോ? ആ മരണനിരക്കാണ് അവിടെ കുറഞ്ഞത്. പക്ഷേ എന്താണ്? കോളറ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. കോളറ വരുന്നുണ്ട്, മാറിപ്പോകുന്നുണ്ട്, അല്ലാതെ അതിൽ നിന്നുള്ള മരണനിരക്ക് കുറഞ്ഞു. കണ്ടോ? ബട്ട് ദ എപ്പിസോഡ് ഓഫ് കോളറ കണ്ടിന്യൂ ടു റിമെയിൻസ്. കണ്ടോ? അതെന്താ? പുതുതായി വന്നുകൊണ്ടിരുന്നു കോളറ.
And then tuberculosis, the incidence of tuberculosis is not minimal. Tuberculosis എന്ന് പറഞ്ഞ സംഭവം അധികം കുറവല്ല കേട്ടോ, നോട്ട് മിനിമൽ എന്ന് പറഞ്ഞ അധികം കുറഞ്ഞതല്ല. അപ്പൊ എന്താ പറഞ്ഞ കോളറയും ട്യൂബർകുലോസിസ് ഒക്കെ എന്താണ് കുറവല്ല, രോഗങ്ങളുണ്ട്, അത് പൂർണ്ണമായിട്ട് മാറാൻ പറ്റിയിട്ടില്ല, പക്ഷെ അതുമൂലം ഉണ്ടാകുന്ന ആ മോർട്ടാലിറ്റി കുറഞ്ഞു. ക്ലിയർ ആവുന്നുണ്ടോ പറയണേ? അതുമൂലം ഉണ്ടാകുന്ന ആ അസുഖം മൂലം വന്ന് മരിക്കുന്നത്, ആ മോർട്ടാലിറ്റി റേറ്റ് കുറഞ്ഞു, പക്ഷെ അസുഖങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റിയിട്ടില്ല എന്നാ പറഞ്ഞത്. അത് കുറവല്ല, അസുഖമുണ്ട്. The situation concerning public sanitation, ഇവിടെ കുറച്ച് സിറ്റുവേഷൻ ആണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇതാ പൊതു ശുചിത്വവുമായി ബന്ധപ്പെട്ട് വരുന്ന സാഹചര്യങ്ങള്. Okay, the situation concerning public sanitation, പൊതു ശുചിത്വവുമായി ബന്ധപ്പെട്ട് വരുന്ന സാഹചര്യം. Preventive health care, പ്രതിരോധ ആരോഗ്യ സംരക്ഷണം. Preventive health care, control of communicable diseases. Communicable disease എന്ന് പറഞ്ഞ എന്താ? സാംക്രമിക രോഗങ്ങൾ അല്ലെ, സ്പ്രെഡ് ചെയ്യുന്നതല്ലേ, സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ, അതാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ നിയന്ത്രണം. ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ നീഡ്സ് ടു ബി എൻഹാൻസ്ഡ്. ഇതെല്ലാം എന്താ? ഇതെല്ലാം എൻഹാൻസ് ചെയ്തു. എൻഹാൻസ് ചെയ്യാന്ന് വെച്ചാൽ മെച്ചപ്പെട്ടു കണ്ടോ, ശുചിത്വം അതിനനുസരിച്ച്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഇങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്നുള്ള മരണനിരക്കേ കുറഞ്ഞിട്ടുള്ളൂ. ഇതൊന്നും നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഒന്നും കുറവല്ല. അപ്പൊ അവിടെ അവരെന്ത് ചെയ്തു? പൊതു ശുചിത്വവുമായി ബന്ധപ്പെട്ടുള്ള സാനിറ്റേഷൻ കണ്ടോ, സാനിറ്റേഷൻ കാര്യങ്ങള്, പ്രിവന്റീവ് ഹെൽത്ത് കെയർ, പ്രതിരോധ ആരോഗ്യ സംരക്ഷണങ്ങള്, കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങള്, ഹെൽത്ത് എഡ്യൂക്കേഷൻ നീഡ്സ് ടു ബി, ഇതെല്ലാം എന്ത് ചെയ്തു? മെച്ചപ്പെടുത്തി കണ്ടോ. അപ്പൊ അസുഖം ഉണ്ടല്ലോ, നിലവിലുണ്ട്, അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം അവര് എൻഹാൻസ് ചെയ്തു, പ്രൊമോട്ട് ചെയ്തു, അതേ മെച്ചപ്പെടുത്തി. In addition to the diseases of poverty and malnutrition, non-communicable diseases related to urbanization such as diabetes mellitus, hypertension, cardiovascular diseases and cancer are a cause of concern. ഇതെല്ലാം ആശങ്കാജനകമാണെന്ന് ആ ഒരു സാഹചര്യത്തില് എനിക്കാണൊക്കെ. In addition to the disease of poverty, poverty എന്ന് പറഞ്ഞാൽ എന്താ? ദാരിദ്ര്യം മൂലം ഉണ്ടാകുന്ന അസുഖങ്ങള് അല്ലേ? നമുക്ക് എന്താ പൈസ ഇല്ല, പോഷകാഹാരങ്ങൾ വാങ്ങാനുള്ള പൈസ ഇല്ല, അല്ലെങ്കിൽ പാകത്തിന് ഫുഡ് കഴിക്കാനുള്ള പൈസ ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് അസുഖങ്ങൾ വരൂലേ അല്ലേ? അങ്ങനെ വരുമ്പോ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവില്ലേ? അപ്പൊ അങ്ങനെയുള്ളത് ആ പോവർട്ടി മൂലം ഉണ്ടാകുന്ന രോഗങ്ങള്. മാൽന്യൂട്രീഷൻ, മാൽന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മാൽന്യൂട്രീഷൻ എന്താ? പോഷകാഹാരക്കുറവ്. എന്താ മാൽന്യൂട്രീഷൻ? പോഷകാഹാരക്കുറവ്. അതുപോലെ ഓക്കെ, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. നോൺ കമ്മ്യൂണിക്കബിൾ എന്ന് പറഞ്ഞാൽ എന്താ? സ്പ്രെഡ് ചെയ്യാത്തത്, കമ്മ്യൂണിക്കബിൾ അല്ല, സ്പ്രെഡ് ചെയ്യാത്ത അസുഖങ്ങള്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആർ റിലേറ്റഡ് ടു അർബനൈസേഷൻ, നഗരവൽക്കരണവുമായി ബന്ധപ്പെട്ട് വരുന്ന നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. അതേതൊക്കെയാ? സച്ച് ആസ് ഡയബറ്റീസ് മെലിറ്റസ്, then hypertension, then cardiovascular disease and cancer. ഇതെല്ലാം നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ വന്നെയാട്ടോ. അത് വേണമെങ്കിൽ അതിന്റെ പേരൊക്കെ ഒന്ന് നോക്കി വെച്ചോട്ടാ. ഡയബറ്റീസ് മെലിറ്റസ് എന്ന് വെച്ചാൽ എന്താ? പ്രമേഹം അല്ലെ? ഡയബറ്റീസ് പ്രമേഹം. ഹൈപ്പർടെൻഷൻ രക്താതിമർദ്ദം, ഹൈപ്പർടെൻഷൻ ആണ്. കാർഡിയോവാസ്കുലർ ഡിസീസസ്, ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങള്, ക്യാൻസർ, ഇതെല്ലാം ആശങ്കാജനകമാണ്. ഈ ഒരു അല്ലെങ്കിൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, ദാരിദ്ര്യം മൂലം ഉണ്ടാകുന്ന രോഗങ്ങള്, പിന്നെ അതുപോലെ മാൽന്യൂട്രീഷൻ, പോഷകാഹാരക്കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങള്, ഇതെല്ലാം എന്താണ്? അവിടെ ഒരു ആശങ്കാജനകമായ കാര്യമാണ്. റോഡ് ട്രാഫിക് ആക്സിഡന്റ്സ്, ജെറിയാട്രിക് പ്രോബ്ലംസ്. ജെറിയാട്രിക് എന്ന് പറഞ്ഞാൽ എന്താ? വയോജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കേട്ടോ. അപ്പൊ പ്രായമാകുമ്പോൾ അല്ലെ, പ്രായാധിക്യം മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളുണ്ടേ, അതാണ് ജെറിയാട്രിക് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. റോഡ് ട്രാഫിക് ആക്സിഡന്റ്സ്, ജെറിയാട്രിക് പ്രോബ്ലംസ്, അതായത് പ്രായമായ ആളുകൾക്ക് വരുന്ന, വയോജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങള്. ആൻഡ് കോംപ്ലിക്കേഷൻ ഓഫ് ഓട്ടോ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം, എയ്ഡ്സ് ആർ ഓൾസോ
ഓൺ റൈസ്. ഇതെല്ലാം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന് നോക്കിയേ, ഓട്ടോ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം. അതിന്റെ ഷോർട്ട് ഫോം കൊടുത്തിട്ടുണ്ട് എയ്ഡ്സ് എന്ന് എയ്ഡ്സ്, AIDS, എയ്ഡ്സ്. വേറൊരു എയ്ഡ്സ് ഉണ്ടല്ലോ, ഏതാ? വേറെ അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അല്ലെ, HIV വൈറസ് മൂലമുണ്ടാകുന്ന എയ്ഡ്സ് ഇല്ലേ? അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം, അതും എയ്ഡ്സ് തന്നെയാട്ടോ. AIDS എന്നാണ് ഷോർട്ട് ചെയ്ത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം വെച്ചാൽ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനങ്ങളിലെ ഇമ്മ്യൂണിറ്റി, അത് നമ്മുടെ ശരീരത്തിലെ സ്വന്തം കോശങ്ങൾ തന്നെ ആരോഗ്യമുള്ള ആ കോശങ്ങളെയും കലങ്ങളെയൊക്കെ ആക്രമിക്കുമ്പോൾ, അവരെ തെറ്റായി ആക്രമിക്കുമ്പോഴാണ്, ആ ഒരു സിറ്റുവേഷനാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന് പറയുന്നത്. നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക്, നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം അത് എന്താ തെറ്റായിട്ട് നമ്മുടെ കോശങ്ങളെ തന്നെ ആക്രമിക്കുമ്പോൾ വരുന്ന ഒരവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന് പറയുന്നത്. അതും ഏതാണ്? എയ്ഡ്സ് തന്നെ, AIDS എന്നാണ് ഷോർട്ട് ഫോം ട്ടോ. അത് രണ്ടും ഒന്ന് നോക്കി വെക്കാം. മറ്റേ നമ്മൾ പറഞ്ഞ HIV വൈറസ് മൂലമുണ്ടാകുന്ന എയ്ഡ്സും ഇതും രണ്ടും ഡിഫറെന്റ് ആണ് ട്ടോ. അത് അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാ പറയുന്നത്. ഇവിടെ ഓട്ടോ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം, എയ്ഡ്സ്, ഓട്ടോ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം. ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാ. ആർ ഓൾസോ റൈസൺ. ഇതെല്ലാം ഉയർന്നുകൊണ്ടിരുന്നു. അപ്പൊ ഈ അസുഖങ്ങളും ഒക്കെ വന്നു. ട്രാഫിക് ആക്സിഡന്റ് മൂലം ഉണ്ടാകുന്ന അസുഖങ്ങള്, വയോജനങ്ങള്, അല്ലെ, പ്രായമായവർക്ക് ഉണ്ടാക്കുന്ന അസുഖങ്ങള്, ഓട്ടോ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം, ഇതെല്ലാം ഉയർന്നു. Though hospital dispensaries, public health care centers and other medical facilities are present, they are not enough to sustain the growing needs of the Indian significant population. അപ്പൊ ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ കൂടിയപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലുകള്, ഡിസ്പെൻസറീസ്, പബ്ലിക് ഹെൽത്ത് സെന്ററുകള്, ഇത് PHC പഠിച്ചിട്ടില്ലേ? പബ്ലിക് ഹെൽത്ത് സെന്റേഴ്സ്, അത് മെഡിക്കൽ ഫെസിലിറ്റി, ഇപ്പൊ നിലവിലുള്ള ഈ കാര്യങ്ങളെല്ലാം എന്താണ്? They are not enough to sustain the growing needs of Indian significant population. അതായത് ഇന്ത്യയിലെ ആളുകളുടെ വളർന്നുകൊണ്ടിരിക്കുന്ന ആവശ്യകതകൾക്ക് അനുസരിച്ച് അതെന്താ പറയാ, അത്രയും ഇനഫ് ആവശ്യത്തിന് ഇല്ല എന്നാ പറഞ്ഞേക്കണേ. കേട്ടോ, they are not enough to sustain, അവരെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ രോഗങ്ങളൊക്കെ നമുക്ക് അത് നോക്കാനും അല്ലെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ കൊടുക്കാനും ഇനഫ് ആവശ്യത്തിനുള്ള ഈ ഹോസ്പിറ്റൽ, ഡിസ്പെൻസറീസ്, പബ്ലിക് ഹെൽത്ത് സെന്റർ, മെഡിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ ഇന്ന് പ്രസന്റ് ആ ഒരു സമയത്ത് എന്താ പറയാ, അത്രയും അതിനെ എന്താ പറയാ നോക്കുന്ന രീതിയിലുള്ളത് അത്രയും ഉണ്ടായിരുന്നില്ല. Then rural access to quality medical service has to be refined. Okay, അപ്പൊ അതുപോലെ തന്നെ റൂറൽ access to quality medical service has to be refined. അതായത് നമുക്ക് ആ റൂറൽ ഏരിയയിലേക്ക്, റൂറൽ എന്ന് പറഞ്ഞാൽ എന്താ? റൂറലും അർബനും, റൂറല് ഗ്രാമപ്രദേശത്ത് അല്ലെ, ഒരു അന്തരീക്ഷം അവിടത്തെ നോക്കിയേ. Rural access to quality medical service has to be refined. അതായത് നമ്മൾ ആ ഒരു ഗ്രാമ അന്തരീക്ഷം അല്ലെ ആ ഒരു ഗ്രാമപ്രദേശത്തില് അത്രയ്ക്കും എന്താ പറയാ, ഇങ്ങനെയുള്ള ക്വാളിറ്റി മെഡിക്കൽ സർവീസുകള് അത്രയ്ക്കും ആ ഒരു ഇതിലേക്ക് വന്നിട്ടില്ല. റിഫൈൻ ചെയ്യാന്ന് വെച്ചാൽ എന്താ, ഒരു പുനഃപരിശോധിക്കുക അല്ലെങ്കിൽ ശുദ്ധീകരിക്കുക എന്നുള്ള മീനിങ്. അതായത് ആ ഒരു എന്താ പറയാ ഇങ്ങനെയുള്ള അതായത് ഇപ്പൊ ഹോസ്പിറ്റലുകളുടെ എണ്ണം ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ, ഈ ആളുകളുടെ ആവശ്യകതകൾക്ക് അനുസരിച്ച് അത്രയ്ക്ക് ഇനഫ് ഹോസ്പിറ്റൽസ് അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതൊക്കെ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലേക്ക് അങ്ങനെയുള്ള ക്വാളിറ്റി മെഡിക്കൽ സർവീസ് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകൂടി അത് റിഫൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് അവിടെയും അത്രത്തോളം എത്തിയിട്ടില്ല. The deficient
manpower of doctors in public sector hospital is also concern for health authorities. Kando pinne manpower, deficient manpower of doctors in public sector hospital. Public sector എന്ന് പറഞ്ഞാൽ പൊതു ആശുപത്രി അല്ലേ, പൊതു ആശുപത്രിയില് ഗവൺമെന്റ് പബ്ലിക് സെക്ടർ ഹോസ്പിറ്റൽസ് അവിടെ ഡോക്ടർമാരുടെ ഡെഫിഷ്യൻസി ഉണ്ടോ, ഡെഫിഷ്യന്റ് മാൻ പവർ. അതായത് ഇപ്പൊ ചിലപ്പോ ഒരു ഡോക്ടർക്ക് ആയിരിക്കും ഉണ്ടാവുള്ളൂ, അതും ഈ ഹെൽത്ത് അതോറിറ്റീസിനെ ആശങ്കപ്പെടുത്തി ഉണ്ടോ. അതാണ് ആ ഗ്രാമപ്രദേശത്തൊക്കെ പ്രത്യേകിച്ചും നമ്മുടെ പബ്ലിക് സെക്ടർ ഹോസ്പിറ്റൽസിൽ ആവശ്യത്തിന് മാൻ പവർ ഉണ്ടായിരുന്നില്ല. മനുഷ്യശക്തി അതായത് ഡോക്ടേഴ്സിന്റെ എണ്ണം എന്താ ഡെഫിഷ്യന്റ് ആണ്, കുറവായിരുന്നു അല്ലെ. അപ്പൊ അതാ പറഞ്ഞേക്കുന്നേ, ഡോക്ടർമാരുടെ ആ കുറവ് അതെന്ത് ചെയ്തു, ഇതിന്റെ കൺസേൺ എന്ന് പറഞ്ഞാൽ ആശങ്കപ്പെടുത്തുക ഫോർ ഹെൽത്ത് അതോറിറ്റീസ്. ഹെൽത്ത് അതോറിറ്റീസ് അതായത് ആരോഗ്യ അധികൃതരെ എന്ത് ചെയ്തു, ആശങ്കപ്പെടുത്തി. ഈ ആളുകൾ വന്നതിന്റെ അനുസരിച്ച് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ആവശ്യത്തിന് മാൻ പവർ വേണ്ടേ അല്ലെ, ഡോക്ടേഴ്സ് വേണ്ടേ, മാൻ പവർ ഓഫ് ഡോക്ടേഴ്സ്. ആ ഡോക്ടേഴ്സ് അവൈലബിൾ ആയിരിക്കണം. ഇപ്പൊ കുറെ ആളുകൾക്ക് ഒരു ഡോക്ടർ ആണെങ്കിൽ നമുക്ക് എല്ലാവരുടെയും ഭാഗത്തിന് നോക്കാനൊന്നും പറ്റില്ല. അപ്പൊ ആ ഡെഫിഷ്യൻസി ഓഫ് മാൻ പവർ ഓഫ് ഡോക്ടേഴ്സ് കണ്ടോ, ആ ഡോക്ടേഴ്സിന്റെ ആ ഡെഫിഷ്യൻസി എന്താ ഹെൽത്ത് അതോറിറ്റീസിനെ ആശങ്കപ്പെടുത്തി. Furthermore, the infrastructure required in hospitals like medicine, furniture and equipments are not sufficient to serve the population. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഇൻഫ്രാസ്ട്രക്ചർ ഈ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങള്, അപ്പൊ ആ ഹോസ്പിറ്റലിലുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ ഏതൊക്കെയാ, മെഡിസിൻസ്, ആവശ്യത്തിന് ചിലപ്പോൾ മെഡിസിൻസ് ഉണ്ടാവണമെന്നില്ല. പിന്നെ ഫർണിച്ചർ ആൻഡ് എക്യുപ്മെന്റ്സ്, അവിടെ ആളുകൾ വരുമ്പോൾ അവർക്ക് ഇരിക്കാനുള്ള ഭാഗത്തിന് അത്രയും സഫീഷ്യന്റ് ആയിട്ടുള്ള ഫർണിച്ചർ അല്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഉപയോഗിക്കുന്ന രീതിയിലുള്ള എക്യുപ്മെന്റ്സുകൾ ഇതെല്ലാം ആവശ്യത്തിന് ഇല്ലെങ്കിൽ ആർ നോട്ട് സഫീഷ്യന്റ് ടു സെർവ് ദ പോപ്പുലേഷൻ. അതായത് അവിടുത്തെ ആളുകളെ സെർവ് ചെയ്യാനായിട്ട് പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് മെഡിസിൻസോ ഫർണിച്ചറോ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സോ ആ സഫീഷ്യന്റ് ആയിട്ട് ഉണ്ടായിരുന്നില്ല, നോട്ട് സഫീഷ്യന്റ് ആണ് ടു സെർവ് ദ പോപ്പുലേഷൻ. ആ ഇൻഫ്രാസ്ട്രക്ചർ ആ പറഞ്ഞേട്ടോ. Then computing the problem, government spending on healthcare service is not up to the World Health Organization. നമ്മൾ പഠിച്ചല്ലേ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നോംസ് ഓഫ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഇൻ ഹെൽത്ത് കെയർ. അപ്പൊ ഈ അങ്ങനെ ഈ ആരോഗ്യ സേവനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, അപ്പൊ ഇതൊക്കെ എന്താ പറയാ, ആ അപ്പാർത്ത ഹോസ്പിറ്റലുകൾക്ക് അത്രയും ആ ആളുകളുടെ പോപ്പുലേഷന്റെ ആ ആരോഗ്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവരെ പ്രോപ്പർ ആയിട്ട് കെയർ ചെയ്യുന്നതിനുള്ള മെഡിസിൻസോ ഫർണിച്ചറോ എക്യുപ്മെന്റ്സോ ആവശ്യത്തിന് ഉണ്ടായിരുന്നില്ല അല്ലെ. അപ്പൊ ഈ ആ ഒരു പ്രശ്നങ്ങളെ തന്നെ നമ്മൾ മുൻനിർത്തിക്കൊണ്ട് തന്നെ അല്ലെ എന്താ പറഞ്ഞേക്കണേ, ആരോഗ്യ സേവനങ്ങൾക്കായിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്തു, ഗവൺമെന്റ് സ്പെൻഡിങ് ഓൺ ഹെൽത്ത് കെയർ സർവീസ് ഇസ് നോട്ട് അപ് ടു ദ World Health Organization norms of gross domestic product in healthcare. ആരോഗ്യ സേവനങ്ങൾക്കായിട്ട് സർക്കാർ ചെലവ് ആ നമ്മുടെ ആരോഗ്യ രംഗത്തെ മൊത്തം ഒരു ഉൽപാദനത്തിന്റെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ അതായത് WHO മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചല്ല എന്നുള്ളതും എന്താണ് ആ ഒരു പ്രശ്നത്തെ സങ്കീർണമാക്കുന്നു. ആ ഒരു പ്രശ്നം അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രശ്നത്തെ സങ്കീർണമാക്കുന്നു. അവിടെ WHO മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചല്ല. അതാണ് ആ ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതാണ് ആരോഗ്യ സേവനങ്ങൾക്കായിട്ടുള്ള സർക്കാരിന്റെ ആ ചെലവ് എന്ന് പറയുന്നത് WHO മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചല്ല എന്നുള്ളതും ആ ഒരു പ്രശ്നത്തെ സങ്കീർണമാക്കുന്നു. അവിടെ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്നുള്ളത് അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. However, എന്നാലും അപ്പൊ എന്താ, the public sector is not expanding its healthcare services. കണ്ടോ, എന്നാലും അപ്പൊ ഇങ്ങനെയൊക്കെ ഇതായാലും പബ്ലിക് സെക്ടർ എന്ന് പറഞ്ഞാൽ പൊതു ആശുപത്രി അല്ലേ,
owned and funded by the government. Government-ന്റെ ഇതിനകത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് പബ്ലിക് സെക്ടർ എന്ത് ചെയ്യുന്നില്ല, is not expanding its health service, health care service. എന്നാല് ഈ പൊതു ആശുപത്രികള് പൊതുമേഖലാ ആശുപത്രികള് ഹെൽത്ത് കെയർ അവിടെ എക്സ്പാൻഡ് ചെയ്യുന്നില്ല, വിപുലീകരിക്കുന്നില്ല. അപ്പൊ ആര്, പ്രൈവറ്റ്, corporate and other non-profit organization have started hospitals. അപ്പൊ എന്ത് ചെയ്തു, അപ്പൊ ആദ്യം ആ പബ്ലിക് സെക്ടർ ഹോസ്പിറ്റൽ മാത്രം, അപ്പൊ അവിടെ ആ ജനങ്ങളെ സർവ് ചെയ്യാനായിട്ട് ആവശ്യത്തിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ അവിടെ ഉണ്ടായിരുന്നില്ല അല്ലെ. മെഡിസിൻസ്, ഫർണിച്ചർ, എക്യുപ്മെന്റ്സ് ഒക്കെ നോട്ട് സഫീഷ്യന്റ് ആയിരുന്നു. എന്നാലും അത് ആ നമ്മൾ പറഞ്ഞത് WHO മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചായിരുന്നില്ല അവിടെ ഹെൽത്ത് സർവീസ് എന്ന് പറയുന്നത്. എന്നാലും ഈ പബ്ലിക് സെക്ടർ ഹെൽത്ത് സർവീസ് വിപുലീകരിക്കുന്നില്ല. അപ്പൊ പ്രൈവറ്റ്, കോർപ്പറേറ്റ് അതർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ത് ചെയ്തു, ഹാവ് സ്റ്റാർട്ടഡ് ഹോസ്പിറ്റൽസ് ആൻഡ് പ്രൊവൈഡിങ് മെഡിക്കൽ സർവീസ് ടു പബ്ലിക്. പൊതുജനങ്ങൾക്കായിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റൽ, പ്രൈവറ്റ്, കോർപ്പറേറ്റീവ്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഹോസ്പിറ്റൽസ് സ്റ്റാർട്ട് ചെയ്തു ആൻഡ് പ്രൊവൈഡിങ് മെഡിക്കൽ സർവീസ് കൊടുത്തു ടു ദ പബ്ലിക്. Besides, the government of India is taking additional steps to improve. Appo endu cheyidu, besides the government of India, government endu cheyidu, taking additional steps, additional നടപടികൾ കൊണ്ടുവന്നു. എന്തിനു വേണ്ടി? To improve health care. അല്ലെ, ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ കുറച്ചും കൂടിയൊക്കെ ഡെവലപ്ഡ് അല്ലേ, അല്ലെ? കുറെ പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ വന്നതോടുകൂടി അല്ലെ, ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊന്നും ആരും അങ്ങനെ ഇല്ലാതെയൊക്കെ ആയി, സൗകര്യങ്ങൾ കുറവൊക്കെ ആയപ്പോ ആളുകൾ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കൊക്കെ പോകാൻ തുടങ്ങി. അപ്പൊ എന്ത് ചെയ്തു, ഈ ഗവൺമെന്റ് എന്ത് ചെയ്തു, ആ ഹെൽത്ത് കെയർ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി അതിന് വേണ്ടിയിട്ടുള്ള അഡീഷണൽ സ്റ്റെപ്സ്, നടപടികൾ, കാര്യങ്ങളൊക്കെ എടുത്തു. For example, ഇവിടെ ഒരു എക്സാമ്പിൾ ആണ്, the government has from time to time appointed various committees to address the widespread problems in healthcare sectors. കണ്ടോ, എന്താണ് ഈ അപ്പോ ഗവൺമെന്റ് എന്ത് ചെയ്തു, ആ യഥാസമയങ്ങളില് ആ വേരിയസ് കമ്മിറ്റീനെ, പല പല കമ്മിറ്റീനെ മെഡിക്കൽ സേവനങ്ങൾ നൽകുന്നതിന് പല കമ്മിറ്റികളെ എന്ത് ചെയ്തു, യഥാസമയങ്ങളില് അപ്പോയിന്റ് ചെയ്തു. കണ്ടോ, ആ ഒരു മൊത്തത്തിലുള്ള പ്രശ്നത്തിനെ ഹെൽത്ത് കെയർ സെക്ടേഴ്സിന് അവര് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ വിസ്പേർഡ് എന്ന് വെച്ചാൽ സ്പ്രെഡ് ചെയ്യാന്നുള്ള മീനിങ് കേട്ടോ, അതിനെ പരിഹരിക്കുന്ന വേണ്ടിയിട്ട് പല കമ്മിറ്റികളെ യഥാസമയത്ത് ഗവൺമെന്റ് എന്ത് ചെയ്ത് കൊണ്ടുവന്നു. In addition, it has established a strong commitment to the population control, including the implementation of family planning programs strongest towards controlling the population. അപ്പൊ ഈ പോപ്പുലേഷൻ എങ്ങനെയുള്ള ജനസംഖ്യയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു കുടുംബ ആസൂത്രണ, ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം, കുടുംബ ആസൂത്രണ പരിപാടികൾ നടപ്പിലാക്കുന്നത് ഉൾപ്പെടെ ജനസംഖ്യ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ശക്തമായിട്ടുള്ള അതിനോടൊരു പ്രതിബദ്ധത കണ്ടോ, എസ്റ്റാബ്ലിഷ്ഡ് എ സ്ട്രോങ് കമ്മിറ്റ്മെന്റ് ഈ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇതിന്റെ ഒപ്പം തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. In addition, it has established a strong commitment to population control. ജനസംഖ്യയെ കൺട്രോൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ശക്തമായിട്ടുള്ള ഒരു പ്രതിബദ്ധത സ്ഥാപിച്ചിട്ടുണ്ട്. ഏതുൾപ്പെടെ? ഇൻക്ലൂഡിംഗ് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം. ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം, കുടുംബ ആസൂത്രണ പരിപാടികൾ ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ചാൽ നടപ്പിലാക്കാം, അതുൾപ്പെടെ കണ്ടോ. അതുപോലെ സ്ട്രോങ്സ്റ്റ് ടുവേഴ്സ് ദ കൺട്രോളിംഗ് ഓഫ് ദ പോപ്പുലേഷൻ, പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യുന്നത്, അതുപോലെ തന്നെ കുടുംബാസൂത്രണ പരിപാടികൾ ഉൾപ്പെടെയുള്ള പോപ്പുലേഷനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിബദ്ധത സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് ഹിസ്റ്ററി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതൊന്ന് വെറുതെ ഒക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കട്ടോ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളതേ ഓരോ സെക്ഷനിലേക്ക് വരികയാണ്. ഇത്രയും നമ്മൾ HI പഠിച്ച കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ അവിടെ പറഞ്ഞേക്കുന്നത്. ഇത് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനിയാണ് നമ്മൾ നോക്കുന്നത് പലതരത്തിലുള്ള ഹോസ്പിറ്റൽസ്. ഇത് 1-2 പ്രാവശ്യം വായിച്ചാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവൂലേ?
പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്നിപ്പോ എടുക്കുന്ന സെക്ഷന് ബേസ് ചെയ്ത് മോക്ക് ടെസ്റ്റിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇടാം. നമ്മൾ പഠിച്ച കുറെ കാര്യങ്ങളൊക്കെയാണ്. ഒരു കഥ പോലെ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇതിൽ നിന്നൊന്നും അധികം ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാനില്ല. പിന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അവിടെ അതിന്റെ നമ്മള് ഏതാ ഷോർട്ട് ഫോം, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ അവിടുത്തെ ഏതൊക്കെയാന്നുള്ളത് അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിനധികം 1 വേർഡ്സ് ആയിട്ട് ചോദിക്കാനുള്ള ഇല്ല. ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഇവിടെ തുടങ്ങി ശ്രദ്ധിക്കുക. ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽസ്, പല തരത്തിലുള്ള ഹോസ്പിറ്റൽസ്. നിങ്ങൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് പഠിച്ചില്ലേ? അല്ലേ? ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് പഠിച്ചില്ലേ? അതിനകത്തൊക്കെ നിങ്ങൾ കുറച്ചൊക്കെ പഠിച്ചതൊക്കെ തന്നെയാണ് വരുന്നത്. പല തരത്തിലുള്ള ഹോസ്പിറ്റൽസ്. There are an extensive variety of classification available in the case of hospitals. ഹോസ്പിറ്റൽസിന്റെ കാര്യത്തില് നമ്മള് വെറൈറ്റി ഓഫ് ക്ലാസിഫിക്കേഷൻ, വിപുലമായ വർഗീകരണങ്ങൾ, ക്ലാസിഫിക്കേഷൻ ലഭ്യമാണ്. പല ടൈപ്പില് നമുക്ക് ഹോസ്പിറ്റലുകളെ ക്ലാസിഫൈ ചെയ്യാം. ഒരുമിച്ച് നമുക്ക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാലും പല തരത്തിലും ഹോസ്പിറ്റലുകൾ ഉണ്ട് അല്ലെ? അതിനും കറക്റ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആ നോംസ് ഉണ്ട്, മാനദണ്ഡങ്ങൾ അനുസരിച്ച് തന്നെയാണ് പലതരത്തിലുള്ള ഹോസ്പിറ്റലുകളെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. എന്ന് പറഞ്ഞേക്കുന്നത് ഇവിടെ വിപുലമായിട്ടുള്ള വർഗീകരണങ്ങൾ നമുക്ക് ലഭ്യമാണ്. ഹോസ്പിറ്റലിന്റെ കാര്യത്തില് ക്ലാസിഫിക്കേഷൻ അത്രയും നോംസ് കാര്യങ്ങളൊക്കെ നോക്കി അല്ലെ, പല അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ച് തന്നെയാണ് ഈ ഹോസ്പിറ്റലിനെ തരംതിരിച്ചിരിക്കുന്നത്. എവരി ക്ലാസിഫിക്കേഷൻ ഹാസ് എ സ്ട്രോങ് ബേസ്. കണ്ടോ, ഓരോ ക്ലാസിഫിക്കേഷനും ഒരു ശക്തമായ ഒരു അടിത്തറയുണ്ടെന്ന്. സ്ട്രോങ് ബേസ്, അതായത് ഓരോ ക്ലാസിഫിക്കേഷനും എന്താണ്? ഹാവ് എ സ്ട്രോങ് ബേസ്, ഒരു ശക്തമായിട്ടുള്ള ഒരു ബേസ് ഉണ്ട്. അല്ലാതെ നമുക്ക് തോന്നിയ രീതിയിൽ വെറുതെ ക്ലാസിഫൈ ചെയ്ത് വെച്ചേക്കുന്നതല്ല, തോന്നിയ രീതിയിൽ വെറുതെ തിരിച്ചു വെച്ചേക്കുന്നത് അല്ല. അതിൽ എന്തുണ്ട്? ഒരു ശക്തമായിട്ടുള്ള ഒരു ബേസ് ഉണ്ട്. ബേസ് എന്ന് പറഞ്ഞാൽ ഒരു അടിത്തറയുണ്ട്. അതായത് ആ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി തന്നെയാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. The major classification of hospitals are listed below. കണ്ടോ, മേജർ ക്ലാസിഫിക്കേഷൻ ഹോസ്പിറ്റൽസില് ഹോസ്പിറ്റൽസിന്റെ പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻസ് ആണ് ഇവിടെ താഴെ കൊടുത്തേക്കുന്നത്. ഇതെല്ലാം എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഇതെല്ലാം ചോദിക്കാം, ഇതിന് ഏതെങ്കിലും ഒക്കെ ചോദിക്കും. മെയിൻ ക്ലാസിഫിക്കേഷൻ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഇപ്പൊ ഒന്നാമത്തെ കൊടുത്തേക്കുന്നത് ഓൺ ദ ബേസിസ് ഓഫ് സർവീസ് പ്രൊവൈഡഡ്. നമുക്ക് അവിടുന്ന് ഹോസ്പിറ്റലിൽ നൽകുന്ന സർവീസ് ഇല്ലേ, അതിനെ ബേസ് ചെയ്തിട്ട് കണ്ടോ, അവിടെ നൽകിയിരിക്കുന്ന സേവനത്തിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റലെ നമുക്ക് ഏതാണ് 2 തരത്തിലാണ് തിരിച്ചിരിക്കുന്നത്. ജനറൽ ഹോസ്പിറ്റൽസും സ്പെഷ്യൽ ഹോസ്പിറ്റൽസും ഉണ്ട്. ഏതൊക്കെയാണ്? ഓൺ ദ ബേസിസ് ഓഫ് സർവീസ് പ്രൊവൈഡഡ്, നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന സർവീസ് ഇല്ലേ, സേവനം അല്ലെ, ആ ഹോസ്പിറ്റൽ നൽകുന്ന സർവീസിനെ ബേസ് ചെയ്തിട്ട്, അത് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഓൺ ദ ബേസിസ് ഓഫ് സർവീസ് പ്രൊവൈഡഡ്, ആ സർവീസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സർവീസിനെ ബേസ് ചെയ്തിട്ട് ഹോസ്പിറ്റലുകളെ നമുക്ക് 2ആയി തിരിക്കാം. ഏതൊക്കെയാ? ജനറൽ ഹോസ്പിറ്റലും ഉണ്ട്, സ്പെഷ്യൽ ഹോസ്പിറ്റലും ഉണ്ട്. ഇങ്ങനെ തന്നെ നമുക്ക് എക്സാമ്പിൾ ചോദിക്കാം. എക്സാമ്പിൾ ഇതുപോലെ തന്നെ ഓൺ ദ ബേസിസ് ഓഫ് സർവീസ് പ്രൊവൈഡഡ് ദ ഹോസ്പിറ്റൽ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ഡാഷ്. ഉണ്ടോ, ഇൻടു ഡാഷ് എത്ര ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാം കേട്ടോ. ഓൺ ദ ബേസിസ് ഓഫ് സർവീസ് പ്രൊവൈഡഡ് ദ ഹോസ്പിറ്റൽസ് ആർ ക്ലാസിഫൈഡ് ഇൻടു ഏതൊക്കെയാണ്? ജനറൽ ഹോസ്പിറ്റൽസ്, സ്പെഷ്യൽ ഹോസ്പിറ്റൽസ്. കണ്ടോ, ജനറൽ ഹോസ്പിറ്റലും സ്പെഷ്യൽ ഹോസ്പിറ്റലും ഡീറ്റെയിൽ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഇപ്പൊ ജസ്റ്റ് പേരുകൾ, ആ ക്ലാസിഫിക്കേഷൻ മാത്രമാണ് ആദ്യം തന്നേക്കുന്നത്. രണ്ടാമത്തത് ഓൺ ദ ബേസിസ് ഓഫ് സൈസ് ഓർ നമ്പർ ഓഫ് ബെഡ്സ്. കണ്ടോ, വലിപ്പം അനുസരിച്ച് അല്ലെങ്കിൽ അവിടെ ഉൾക്കൊള്ളുന്ന ബെഡിന്റെ എണ്ണം അല്ലെ. നമ്മൾ പറയില്ല ഇത്ര ബെഡ് വരെ കപ്പാസിറ്റി ഉള്ളതാണ്, അതായത് കുറച്ച് ബെഡ് കപ്പാസിറ്റി ചെറിയ ഹോസ്പിറ്റലാണ് അല്ലെ. അതായത് ആ ഹോസ്പിറ്റലിന്റെ വലിപ്പം അല്ലെങ്കിൽ നമ്പർ ഓഫ് ബെഡ്സിനെ ബേസ് ചെയ്തിട്ട് ഹോസ്പിറ്റലുകളെ 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഏതൊക്കെയാണ്? റീജിയണൽ ഓർ ടീച്ചിങ് ഹോസ്പിറ്റൽ, റൂറൽ ഹോസ്പിറ്റൽ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. അതെന്ന് പറയാം കേട്ടോ. റീജിയണൽ ഓർ ടീച്ചിങ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ പ്രാദേശിക ആശുപത്രി.
regional hospital or teaching hospital, പ്രാദേശിക ആശുപത്രി. ഡീറ്റെയിൽ നമുക്ക് ഉണ്ട് പഠിക്കാനുണ്ട്. അടുത്താണ് റൂറൽ ഹോസ്പിറ്റൽ. ഏതാണ് റൂറൽ എന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശം അല്ലെ. ഇവിടെ റൂറൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഏതാണ് ഗ്രാമീണ ആശുപത്രി, ഗ്രാമപ്രദേശത്തൊക്കെ ഉള്ള ഗ്രാമീണ ആശുപത്രി. then district hospital ഏതാണ് ജില്ലാ ആശുപത്രി. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ജില്ലാ ആശുപത്രി ഏതിന് ബേസ് ചെയ്തായിരുന്നു ബേസസ് ഓഫ് സൈസ് ഓഫ് നമ്പർ ഓഫ് ബെഡ്സ്. ഹോസ്പിറ്റലിന്റെ വലിപ്പം ബെഡുകളുടെ എണ്ണത്തോ അല്ലെങ്കിൽ ബെഡുകളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കി റീജിയണൽ ടീച്ചിങ് ഹോസ്പിറ്റൽ, റൂറൽ ഹോസ്പിറ്റൽ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. മൂന്നാമത്തെ നോക്കി ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്. ഇനി ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിൽ ഓണർഷിപ്പിനെ ബേസ് ചെയ്തിട്ട് ഹോസ്പിറ്റലുകളെ നമുക്ക് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ് പബ്ലിക് ഹോസ്പിറ്റൽ പൊതു ആശുപത്രി, പബ്ലിക് ഹോസ്പിറ്റൽ പൊതു ആശുപത്രി, പ്രൈവറ്റ് ഹോസ്പിറ്റൽ സ്വകാര്യ ആശുപത്രികള് പ്രൈവറ്റ് ഹോസ്പിറ്റൽ, then കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ സഹകരണ ആശുപത്രി. കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ സഹകരണ ആശുപത്രികള് ഹോസ്പിറ്റൽ റണ്ണിംഗ് ബൈ NGO, NGO നടത്തുന്ന ആശുപത്രികള്. NGO എന്താ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. ഡീറ്റെയിൽ നമുക്ക് അടുത്ത പേജിൽ പഠിക്കാനുണ്ട് കേട്ടോ. NGO നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ അത് നടത്തുന്ന ഹോസ്പിറ്റൽസ് ഉണ്ടോ. അങ്ങനെ ഓണർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഹോസ്പിറ്റലുകളെ 4 ആയി തിരിക്കാം. പബ്ലിക് ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ഹോസ്പിറ്റൽ, കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റണ്ണിംഗ് ബൈ NGO, NGOയുടെ കീഴിലുള്ള ഹോസ്പിറ്റൽസ്. ഇനി അടുത്തതാണ് ഓൺ ദ ബേസിസ് ഓഫ് ഡ്യൂറേഷൻ ഓഫ് ദ സ്റ്റേ. അല്ലെ അവിടെ നിൽക്കാൻ പറ്റുന്ന ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ അനുസരിച്ച് സ്റ്റേ അനുസരിച്ച് നമുക്ക് അവിടെ നടത്തുന്ന ആ ഒരു സ്റ്റേ താമസ കാലാവധിയുടെ അനുസരിച്ച് നമുക്ക് ഹോസ്പിറ്റലുകളെ 2 ആയിട്ട് തിരിക്കാം. ഏതാണ് ലോങ് ഡ്യൂറേഷൻ ഹോസ്പിറ്റലുകൾ എന്നും ഷോർട്ട് ഡ്യൂറേഷൻ ഹോസ്പിറ്റലുകൾ എന്നും തിരിക്കാം. ലോങ് ഡ്യൂറേഷൻ ദീർഘകാല ആശുപത്രികൾ, ഷോർട്ട് ഡ്യൂറേഷൻ ഹോസ്പിറ്റൽ എന്താ ഹ്രസ്വകാല ആശുപത്രികൾ. അത് ഏതിനെ ബേസ് ചെയ്തിട്ടാ ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ. ക്ലിയർ ആക്കി വെക്കണം കേട്ടോ. ഇമ്പോർട്ടന്റ് ഉള്ളത് അത്രയും ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കാം. ലോങ് ഡ്യൂറേഷൻ ഹോസ്പിറ്റൽസ്, ഷോർട്ട് ഡ്യൂറേഷൻ ഹോസ്പിറ്റൽസ്. ഇനി അടുത്ത് നോക്കി ഓൺ ദ ബേസിസ് ഓഫ് സിസ്റ്റം ഓഫ് മെഡിസിൻ. നമുക്ക് അവിടെ നിന്ന് നൽകുന്ന ആ മെഡിസിന്റെ ഇതനുസരിച്ച് വൈദ്യശാസ്ത്ര വ്യവസ്ഥയുടെ അനുസരിച്ച് നമുക്ക് ഹോസ്പിറ്റലുകളെ എത്രയാക്കി തിരിക്കാം. അലോപ്പതിക് ഹോസ്പിറ്റൽസും ആയുഷ് ഹോസ്പിറ്റൽസും. ഏതൊക്കെയാ അലോപ്പതിക് ഹോസ്പിറ്റൽ, അലോപ്പതി എന്താ ഇംഗ്ലീഷ് മരുന്നുകൾ അല്ലെ. അതുപോലെ ആയുഷ് ഹോസ്പിറ്റൽസും. അങ്ങനെ നമുക്ക് 2 ആയിട്ട് തിരിക്കാം. അവിടെ എന്തിന്റെ ബേസ് ചെയ്താണ് മെഡിസിൻ, സിസ്റ്റം ഓഫ് മെഡിസിൻ, വൈദ്യശാസ്ത്ര പരിചരണം ഏത് തരത്തിലുള്ള മരുന്നുകളാണ് അതിനെ ബേസ് ചെയ്തിട്ട് അലോപ്പതിക് ഹോസ്പിറ്റൽ എന്നും ആയുഷ് ഹോസ്പിറ്റൽസ് എന്നും തിരിക്കാം. ക്ലിയർ ആയോ അത്രയും കാര്യങ്ങള് എല്ലാം? ഏതെങ്കിലൊക്കെ മാറി മാറി ചോദിക്കോട്ടെ എക്സാമിന്. ഏതൊക്കെയാണ് ആ ക്ലാസിഫിക്കേഷൻ, എന്തിന്റെ ബേസിലാണ്, ഇതുപോലെ തന്നെ ചോദിക്കാം. ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ് ദ ഹോസ്പിറ്റൽ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ഡാഷ്. അങ്ങനെ ചോദിക്കും. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക, വ്യക്തമാക്കി വെക്കുക കേട്ടോ. 5 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണ് അവിടെ പറഞ്ഞേക്കുന്നത്. സർവീസിന്റെ അനുസരിച്ച് ഹോസ്പിറ്റലിന്റെ വലിപ്പം അല്ലെങ്കിൽ നമ്പർ ഓഫ് ബെഡ്സിന്റെ അടിസ്ഥാനമാക്കി, ഓണർഷിപ്പ് ഉടമസ്ഥാവകാശത്തിന്റെ അടിസ്ഥാനത്തിനാക്കി, ബേസിസ് ഓഫ് ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ അതിനെ ബേസ് ചെയ്തിട്ട്, സിസ്റ്റം ഓഫ് മെഡിസിൻ ഇതിനെ ബേസ് ചെയ്തിട്ട്, അങ്ങനെ 5 തരത്തിലാണ് ക്ലാസിഫിക്കേഷൻ പറയുന്നത്. ഇനി നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഫസ്റ്റത്തെയാണ് ഓൺ ദ ബേസിസ് ഓഫ് സർവീസ് പ്രൊവൈഡഡ്. കണ്ടോ, നമുക്ക് നൽകുന്ന സർവീസ് ഇല്ലേ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഹോസ്പിറ്റലുകളെ നമ്മൾ പറഞ്ഞു എത്രയാക്കി തിരിക്കാന്ന് പറഞ്ഞ 2 തരമാക്കി തിരിക്കാം. 2 ടൈപ്പ് ഹോസ്പിറ്റൽ ഉണ്ട്. ജനറൽ ഹോസ്പിറ്റലും ഉണ്ട്, സ്പെഷ്യൽ ഹോസ്പിറ്റലും ഉണ്ട്. ഓക്കെ, എ ഹോസ്പിറ്റൽ ഓഫേഴ്സ് എ ഗാലക്സി ഓഫ് സർവീസസ്. ഗാലക്സി എന്ന് പറഞ്ഞാൽ എന്താ? ഗാലക്സി എന്താ? ഒരു ഗ്രൂപ്പ് അല്ലെ, ഒരു കൂട്ടം സർവീസുകൾ ടു ദ എൻഡ് യൂസേഴ്സ്. എൻഡ് യൂസേഴ്സിന് അതായത് പേഷ്യൻസ് അല്ലെ, ആ പേഷ്യൻസിന് കസ്റ്റമർ, എൻഡ് കസ്റ്റമേഴ്സ്, യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ, എൻഡ് കസ്റ്റമർ എന്നാണ് പേഷ്യൻസ് അല്ലെ. അവർക്ക് എന്താണ് ഒരു കൂട്ടം സർവീസുകൾ ഓഫർ ചെയ്യുന്നു. ഇത്
ജനറൽ ഹോസ്പിറ്റൽസിന്റെ ഈ ജനറൽ ഹോസ്പിറ്റലും സ്പെഷ്യൽ ഹോസ്പിറ്റലുകളും. അതാണ് പറഞ്ഞേക്കണേ. സർവീസാ പറഞ്ഞേക്കണേ. എങ്ങനെയാ? ഒന്നോ രണ്ടോ സർവീസ് ആണോ? ഒരു ഗ്രൂപ്പ് ഓഫ് സർവീസ്, ഒരു കൂട്ടം സർവീസുകള് പേഷ്യൻസിന് ഹോസ്പിറ്റൽ ഓഫർ ചെയ്യുന്നുണ്ട്. All services may not be applicable in every hospital. എല്ലാ സർവീസും ചിലപ്പോ എല്ലാ ഹോസ്പിറ്റലിലും ആപ്ലിക്കബിൾ അല്ല, അല്ലേ? ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ചെന്ന് സ്പെഷ്യൽ ആയിട്ട് ആ ഒരു ഇത് കിട്ടണമെന്നില്ല. എല്ലാ സർവീസുകളും may not be applicable in every hospital. എല്ലാ ഹോസ്പിറ്റലിലും ആപ്ലിക്കബിൾ ആവണമെന്നില്ല, അല്ലേ? This quality make it easier to visit different hospital. അങ്ങനെ വരുമ്പോഴോ? അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യും? നമ്മളിപ്പോ നമുക്ക് പെട്ടെന്ന് ഒരു ഇത് വന്നു, നമ്മൾ അവിടെ ചെന്നപ്പോ ആ സർവീസ് ഹോസ്പിറ്റലിൽ ഇല്ല. അപ്പൊ അങ്ങനെ വന്നപ്പോ എന്താണ് ഈ ഒരു ക്വാളിറ്റി? അപ്പൊ അങ്ങനെയുള്ള ഒരു ക്വാളിറ്റി എന്താക്കി നമുക്ക് ആ പല ഹോസ്പിറ്റലുകളെ വിസിറ്റ് ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിച്ചു, അല്ലേ? അപ്പൊ ഇപ്പൊ എനിക്ക് കണ്ണിനാണ് ഒരു പ്രശ്നം വന്നത്, എനിക്ക് അവിടെ ഐ ഹോസ്പിറ്റലിലേക്ക് പോയാൽ പോരെ, അല്ലേ? ഓരോ സ്പെഷ്യൽ ഹോസ്പിറ്റലുകൾ വന്നില്ലേ അങ്ങനെ വന്നപ്പോ? അപ്പൊ അങ്ങനെ അതായത് എല്ലാ സർവീസും ചിലപ്പോ ഒരു ഹോസ്പിറ്റലിൽ കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്താണ്, അപ്പൊ നമ്മള് എന്ത് ചെയ്തു? നമ്മള് പല ഹോസ്പിറ്റലിലും വിസിറ്റ് ചെയ്യാനായിട്ട്, ടു വിസിറ്റ് ദ ഡിഫറെന്റ് ഹോസ്പിറ്റൽസ്, അത് വിസിറ്റ് ചെയ്യാനായിട്ട് നമ്മള് ഈസി ആക്കി. അതായത് എല്ലാ സർവീസും ചിലപ്പോ എല്ലാ ഹോസ്പിറ്റലിലും കിട്ടണമെന്നില്ല. ഓൺ ദ ബേസിസ് ഓഫ് സർവീസ് പ്രൊവൈഡർ, നമുക്ക് ആ നൽകുന്ന സർവീസിനെ ബേസ് ചെയ്തിട്ട് ഹോസ്പിറ്റലുകളെ നമ്മൾ രണ്ട് രീതിയിൽ തിരിക്കാമെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? ജനറൽ ഹോസ്പിറ്റൽ ഉണ്ട്, ഇത് സ്പെഷ്യൽ ഹോസ്പിറ്റൽസ് ഉണ്ട്. അതിനെന്താ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. Hospital offers a galaxy of services to the end customer. Underline ചെയ്തു ആ സെന്റൻസ്, ഫസ്റ്റ് സെന്റൻസ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ ഫസ്റ്റ് സെന്റൻസ്? ഓക്കെ, നോക്കിയേ. അപ്പൊ അവിടെ നമ്മൾ രണ്ട് ടൈപ്പ് പറഞ്ഞല്ലോ. ഏതൊക്കെയാണ്? ജനറൽ ഹോസ്പിറ്റലും ഉണ്ട്, സ്പെഷ്യൽ ഹോസ്പിറ്റലും ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി ജനറൽ ഹോസ്പിറ്റൽ നോക്കിയേ, there are the type of hospital where the different specialties specialist services are provided to the both the adult and the children under the same roof, including medical, surgical, pediatric, cardiology, dermatology, orthopediatrics and ophthalmology. ഇത് ചോദിക്കും കേട്ടോ. ആ സെന്റൻസ് ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടോ. അത് ഏത് ഹോസ്പിറ്റലാണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. there are a type of services, അല്ല ഒരു കൂട്ടം സർവീസുകൾ. അവിടെ എന്താ? ഡിഫറെന്റ് സ്പെഷ്യലിസ്റ്റ് സർവീസസ്, അല്ലെ? പല വ്യത്യസ്തമായിട്ടുള്ള സർവീസുകൾ നമുക്ക്, സ്പെഷ്യൽ സർവീസുകളും എന്താ ഒരു റൂഫിൽ കിട്ടുക. കണ്ടോ? ബോത്ത്, അത് ആർക്കാണ്? അഡൽറ്റിനും ചിൽഡ്രനും എല്ലാവർക്കും. കണ്ടോ? ആർ പ്രൊവൈഡഡ് ടു ബോത്ത് ദ അഡൽറ്റ് ആൻഡ് ചിൽഡ്രൻ. കണ്ടോ? കുട്ടികൾക്കും പ്രായമായവർക്കും എല്ലാവർക്കും ഒരു കൂട്ടം സർവീസുകൾ സെയിം റൂഫ്, കണ്ടോ? ഒരു കുട കീഴിൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുകയാണ്. ഇൻക്ലൂഡിങ് ഏതൊക്കെ ഉൾപ്പെടുന്ന? മെഡിക്കൽ ആയിട്ടുള്ളത്, അല്ലെ? മെഡിക്കൽ പരമായിട്ടുള്ളത്, സർജിക്കൽ, സർജറി സംബന്ധിച്ച്, പീഡിയാട്രിക് എന്ന് പറഞ്ഞാൽ എന്താ? ശിശുരോഗം, അല്ലെ? പീഡിയാട്രിക് കുട്ടികളുടെ ഇതല്ലേ, സെക്ഷൻ അല്ലേ? ആ കിട്ടും അത്. കാർഡിയോളജി എന്താ? ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, കാര്യങ്ങളൊക്കെ വരുന്നത്, അല്ലെ? ഹാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സർവീസുകള്. അടുത്തത് ഡെർമറ്റോളജി എന്താ? എന്തിന് റിലേറ്റ് ചെയ്ത? സ്കിൻ. ഓക്കെ, വെരി ഗുഡ്. ഏതുമായിട്ട് റിലേറ്റ് ചെയ്താണ്? ഇതൊക്കെ നമ്മൾ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? ഡെർമറ്റോളജി ഏതാ? സ്കിന്നുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന അസുഖങ്ങള്. ഓർത്തോപീഡിയാട്രിക്സ് ഏതാ? ബോൺസ്, പീഡിയാട്രിക് വിഭാഗം, അല്ലെ? ബോൺസുമായിട്ട്. ആൻഡ് ഒഫ്താൽമോളജി എന്താ? ഐ, അല്ലെ? കണ്ണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ. ഇങ്ങനെ ഒരു കൂട്ടം സർവീസുകള് നമ്മൾ സെയിം റൂഫിൽ കിട്ടുകയാണ്. അതാണ് ഇത് ജനറൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. നമ്മുടെ മെഡിക്കൽ കോളേജ് ഒക്കെ ഇല്ലേ, അതൊക്കെ ജനറൽ ഹോസ്പിറ്റൽ ആട്ടോ. ജനറൽ ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജുകളൊക്കെ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള സർവീസുകൾ ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു റൂഫിന്റെ കീഴിൽ കിട്ടുകയാണ്. അതാണ് ജനറൽ ഹോസ്പിറ്റൽ. അപ്പൊ അതിങ്ങനെ എല്ലാ സെന്റൻസ് ഒന്ന് നോക്കി വെക്കണം കേട്ടോ.
These are the type of hospital where the different specialist services are provided to the both adult and children under the same roof. കണ്ടോ, ഒരു റൂഫിന്റെ കീഴിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു കൂട്ടം സർവീസുകൾ കിട്ടുകയാണ്. മെഡിക്കൽ ആയിട്ടുള്ളത്, സർജറി പരമായിട്ടുള്ളത്, പീഡിയാട്രിക്, കാർഡിയോളജി, ഡെർമറ്റോളജി, ഓർത്തോപീഡിയാട്രിക് ആൻഡ് ഒഫ്താൽമോളജി. ക്ലിയർ ആയോ? ഈ മെഡിക്കൽ കോളേജുകളൊക്കെ ഈ ജനറൽ ഹോസ്പിറ്റൽസ് ആണ്. ഓക്കെ, ഇനി അടുത്ത സ്പെഷ്യൽ ഹോസ്പിറ്റൽ. അപ്പൊ ഏരിയന്ന് തന്നെ അറിയാം നമുക്ക് സ്പെഷ്യൽ ഹോസ്പിറ്റൽ. അപ്പൊ എന്താ? ദീസ് ഹോസ്പിറ്റൽസ് ഡീൽസ് വിത്ത് സ്പെസിഫിക് കാറ്റഗറി ഓഫ് ഡിസീസ്. കണ്ടോ, ഒരു പ്രത്യേക കാറ്റഗറിയിലുള്ള രോഗങ്ങളെയാണ്, അതാണ് നമ്മൾ സ്പെഷ്യൽ ഹോസ്പിറ്റലുകളാണ്. കണ്ടോ, അതുപോലെ ഐ ഹോസ്പിറ്റൽ, കണ്ണിന്റെ മാത്രം ആശുപത്രി. കണ്ടോ, ഐ ഹോസ്പിറ്റൽസ്. ഹോസ്പിറ്റൽസ് ഓഫ് കാർഡിയാക് ഡിസീസ്. ഇപ്പൊ കാർഡിയാക് ഡിസീസ് ആയിട്ട് അല്ലെ, ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, കാര്യങ്ങൾ, അതിന് മാത്രം ട്രീറ്റ്മെന്റ് തരുന്ന ഹോസ്പിറ്റലുകളുണ്ട്. അങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾ ആയിട്ടില്ലേ നിങ്ങള് സ്പെഷ്യൽ ഹോസ്പിറ്റലുകൾ. ENT ഹോസ്പിറ്റൽ. അപ്പൊ നമുക്ക് ENT, ഐ, നോസ്, ടങ് അല്ലെ, ഇതൊക്കെ കണ്ണു ഇങ്ങനെയുള്ള ബന്ധപ്പെട്ട് വരുന്ന ENT ഹോസ്പിറ്റൽസ് ഉണ്ട്. അപ്പൊ അവിടെ മറ്റുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. അതാണ് ഓരോ സ്പെഷ്യൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടാണ് ഡീൽസ് വിത്ത് സ്പെസിഫിക് കാറ്റഗറി ഓഫ് ഡിസീസ്. പല കാറ്റഗറി സ്പെസിഫിക്, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു നിർദ്ദിഷ്ടമായിട്ടുള്ള കാറ്റഗറിയിലുള്ള രോഗങ്ങളെയാണ് അവിടെ നോക്കുന്നത്. അപ്പൊ ഐ ഹോസ്പിറ്റൽ, കണ്ണുകളുടെ ചികിത്സ മാത്രം അവിടെ കിട്ടുള്ളൂ അല്ലെ, ഐ ഹോസ്പിറ്റൽ. നമുക്ക് അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ് ഓഫ് കാർഡിയാക് ഡിസീസ്, ഹൃദയ സംബന്ധമാക്കുക നമുക്ക് അത് എളുപ്പമല്ലേ അല്ലെ. ക്യാൻസർ ഹോസ്പിറ്റൽ, ശരിയാണ്. അപ്പൊ അതിന് ക്യാൻസറിനുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഈ അസുഖം എന്ന് പറഞ്ഞാൽ അതിന്റെ സ്പെഷ്യൽ ഹോസ്പിറ്റലിലേക്ക് പോവുകയല്ലേ നല്ലത്. അപ്പൊ കുറച്ചും കൂടി എന്താ, നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ കിട്ടും. അതായത് അതിനെ മാത്രം ഫോക്കസ് ചെയ്തേക്കുന്ന ഡിഫറൻസ് ഇല്ലേ. എല്ലാ ഒരു ജനറൽ ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ പോയി എന്നതും അതിനെ ഓരോന്നിനും സ്പെഷ്യൽ ഹോസ്പിറ്റലുകളിൽ പോകുന്നതിനും ഡിഫറൻസ് ഇല്ലേ. ഇപ്പൊ കണ്ണിനാണ് ഇപ്പൊ സാധാരണ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റിനേക്കാൾ ഐ ഹോസ്പിറ്റലിലാണെങ്കിൽ അതിൻ്റെതായ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി കാര്യങ്ങൾ, അതിൽ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടേഴ്സ് അല്ലെ, അങ്ങനെയൊക്കെ ഒത്തിരി നമുക്കൊരു അഡ്വാൻറ്റേജ് ഇല്ലേ. അത് നമ്മൾ പോകാറില്ല ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക ഇത് പറയുകയാണെങ്കിൽ നമ്മൾ അതിനെ സ്പെഷ്യലൈസ് ചെയ്ത് ആ സ്പെഷ്യൽ ഹോസ്പിറ്റലിൽ പോകുകയാണെങ്കിൽ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നല്ല ഇതിൽ നമുക്ക് കിട്ടും. ഓക്കെ, കിട്ടിയോ? ഒന്നാമത്തത് ആ രണ്ട് ക്ലാസിഫിക്കേഷൻ, അതിലെ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. പിന്നെ ഇവിടെ നമുക്ക് ചോദിക്കാം കേട്ടോ, എക്സാമിന് ചോദിക്കാം. ഐ ഹോസ്പിറ്റൽസ്, ഹോസ്പിറ്റൽസ് ഓഫ് കാർഡിയക് ഡിസീസ്, ENT ഹോസ്പിറ്റൽസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ഡാഷ് ഹോസ്പിറ്റൽ, അങ്ങനെ ചോദിക്കാം. ഇതെല്ലാം ഏത് ഹോസ്പിറ്റലിന്റെ എക്സാമ്പിൾ ആണ്? ഏത് ഹോസ്പിറ്റലിനാണ്? സ്പെഷ്യൽ ഹോസ്പിറ്റലിന്റെ എക്സാമ്പിൾ ആണ് അത്. അപ്പൊ രണ്ട് രീതി കിട്ടിയോ? സ്പെസിഫിക് കാറ്റഗറിയിലുള്ള ഡിസീസുകള് അതിനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതാണ് സ്പെഷ്യൽ ഹോസ്പിറ്റൽ. അതിന് ഓരോന്നും പ്രത്യേകമാണ് കേട്ടോ. ഐ ഹോസ്പിറ്റല്, ഹോസ്പിറ്റൽസ് ഓഫ് കാർഡിയാക് ഡിസീസ്, ENT ഹോസ്പിറ്റൽസ്, ഇതെല്ലാം ഏതിൽ വരുന്നതാണ്? ഈ സ്പെഷ്യൽ ഹോസ്പിറ്റൽസിൽ വരുന്നതാണ്. ജനറൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എല്ലാം ഒറ്റ റൂഫിലായിരുന്നു അല്ലെ. അതായത് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ സർജറിയുടെ ഇതുണ്ട്, പീഡിയാട്രിക് ഉണ്ട്, കാർഡിയോളജി ഉണ്ട്, ഡെർമറ്റോളജി ഉണ്ട്, ഓർത്തോപീഡിയാട്രിക് ഉണ്ട്, ഒഫ്താൽമോളജി, ഇതെല്ലാം ഇങ്ങനെയുള്ള എക്സെട്ര ഉണ്ടോ, ഇങ്ങനെയുള്ളതെല്ലാം സെയിം റൂഫിൽ കിട്ടും. ഇതെന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ആണ്. ആ ഒരു ഹോസ്പിറ്റല് ആ ഒരു ഇതിന് മാത്രം നോക്കുന്നത്. അപ്പൊ ഐ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അവിടെ കണ്ണുകളുടെ കാര്യം മാത്രമേ നോക്കുള്ളൂ അല്ലെ. നമുക്ക് കണ്ണിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അങ്ങോട്ട് പോവാം. അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഹോസ്പിറ്റലാണ്. അത് കണ്ണിന്റെ ചികിത്സയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന് കുറച്ചും കൂടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള, അതിന് മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റലാണ്. രണ്ടും ക്ലിയർ ആണ് അല്ലേ? ഒന്ന് വായിച്ചു നോക്കിയത്. On the basis of service provided, നമുക്ക് നൽകുന്ന സർവീസിനെ അടിസ്ഥാനമാക്കി ഹോസ്പിറ്റലുകളെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചു. ജനറൽ ഹോസ്പിറ്റലും സ്പെഷ്യൽ ഹോസ്പിറ്റലും. ഓക്കെ, ജനറൽ ഹോസ്പിറ്റലും സ്പെഷ്യൽ ഹോസ്പിറ്റലും. ജനറൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ എന്താണ്? നമ്മുടെ ഒരു ഗ്രൂപ്പ് ഓഫ് സർവീസുകൾ അല്ലെ. ഹോസ്പിറ്റൽ ഓഫേഴ്സ് എ ഗാലക്സി ഓഫ് സർവീസ്. ഗാലക്സി എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പാണ്. ഒരു കൂട്ടം സർവീസുകൾ പേഷ്യൻസിന് കൊടുക്കുന്നു ടു ദ എൻഡ് കസ്റ്റമേഴ്സ്. എന്നുവെച്ചാൽ കസ്റ്റമർ ആരാണ്? ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് കസ്റ്റമർ എന്ന് പറഞ്ഞ പേഷ്യന്റ് ആണല്ലേ. ആ പേഷ്യൻസിന് ഒരു കൂട്ടം സർവീസ് കൊടുക്കും.
പറയുന്നു. അതായത് ഇതെന്താണ്, എല്ലാം ഒരൊറ്റ കുടയ്ക്ക് കീഴിൽ കിട്ടുക നമ്മൾ ചെയ്യുന്നത് കണ്ടോ. All the service may not be applicable in every hospital. The quality making easier to visit the different hospitals. അത് ആദ്യത്തെ നമ്മൾ പറഞ്ഞതാണ്, ഒരു കൂട്ടം സർവീസുകൾ നമുക്ക് കിട്ടുകയാണ്. അത്രയും നിങ്ങൾ നോക്കിയത് ആ ജനറൽ ഹോസ്പിറ്റൽ എന്നുള്ളത് ആ ഗ്രൂപ്പ് ഓഫ് സർവീസുകൾ നമുക്കൊരു കുടക്കീഴിൽ കിട്ടുകയാണ്. അതായത് എന്താണ്, there are a type of hospital where the different specialist services are provided to both the adult and children under the same roof. അണ്ടർലൈൻ ചെയ്തോട്ടെ അവിടെ, under the same roof. ഒറ്റൊരു കുടക്കീഴില് നമുക്ക് ഇങ്ങനെയുള്ള എല്ലാ സർവീസും കിട്ടും. സ്പെഷ്യൽ ആവുമ്പോഴോ എന്താണ്, ഓരോന്നിനും സെപ്പറേറ്റ് ഹോസ്പിറ്റൽ. ഓക്കെ അല്ലേ അത്? ഇനി നെക്സ്റ്റ് ആണ്, ഓൺ ദ ബേസിസ് ഓഫ് സൈസ് ഓർ നമ്പർ ഓഫ് ബെഡ്സ്. വലിപ്പം അടിസ്ഥാനമാക്കി, ഹോസ്പിറ്റലിന്റെ വലിപ്പം അല്ലെങ്കിൽ നമ്പർ ഓഫ് ബെഡ്സിന്റെ അടിസ്ഥാനമാക്കി നമുക്ക് ഹോസ്പിറ്റലുകളെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാന്ന് പറഞ്ഞു. റീജിയണൽ ഓർ ടീച്ചിങ് ഹോസ്പിറ്റൽ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, റൂറൽ ഹോസ്പിറ്റൽസ്. റീജിയണൽ എന്ന് പറഞ്ഞാൽ പ്രാദേശിക ആശുപത്രികള്. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ എന്താ, ജില്ലാ ആശുപത്രികള്. റൂറൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഗ്രാമീണ ആശുപത്രികള്. ഓക്കെ. A hospital should have an enough number of beds to accommodate their inpatients and should have enough space to accommodate the patients, staff as mentioned in the rules. അതായത് നമുക്ക് ഒരു ഹോസ്പിറ്റൽസില് അവിടെ റൂൾസ് അനുസരിച്ചിട്ട് മതിയായ എണ്ണം ബെഡുകൾ അവൈലബിൾ ആയിരിക്കണം അല്ലെ, അവിടുത്തെ ഇൻപേഷ്യൻസിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് അല്ലെ, വേണ്ടേ? അല്ലാതെ നമ്മള് ഇപ്പൊ അതായത് ഇത്ര പേഷ്യൻസ് ഇൻപേഷ്യൻസ് ഇത്ര പേഷ്യൻസിനെ അഡ്മിറ്റ് ആവണമെങ്കിൽ അത്രയും എണ്ണം ബെഡ് വേണം. ആ ഒരു ബിൽഡിങ്ങില് ഇപ്പൊ നമ്മുടെ ഒരു 100 ബെഡ് ആണെങ്കിൽ 100 പേഷ്യൻസിനാണ് അവിടെ പറ്റുള്ളൂ അല്ലെ. അല്ലാതെ 200 പേഷ്യൻസിനെ കൊണ്ടുവന്ന് നമുക്ക് അവിടെ കൊണ്ടുവന്നിട്ട് എടുക്കാൻ പറ്റില്ല. അതാണ് ഓരോ ഈ ഇൻപേഷ്യൻസിനെയും അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ആവശ്യത്തിനുള്ള ബെഡ് വേണം. ഇനഫ് നമ്പർ ഓഫ് ബെഡ്സ് വേണം, അതിന് ആവശ്യത്തിനുള്ള ബെഡ്സ് വേണം. നോക്കിയേ, പേഷ്യന്റ് ആൻഡ് അതിനൊപ്പം തന്നെ ആൻഡ് ഷുഡ് ഹാവ് ഇനഫ് സ്പേസ്. എന്ത് വേണം, ആവശ്യത്തിന് സ്പേസും വേണം. എന്തിന്, ടു അക്കോമഡേറ്റ് ദ പേഷ്യൻസ്, സ്റ്റാഫ് ആൻഡ് മെൻഷൻ ഇൻ ദ റൂൾസ്. അവിടെ നിയമങ്ങളിൽ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ ആ ഹോസ്പിറ്റലിലെ റൂൾസ് അനുസരിച്ച് പേഷ്യൻസിനെയും സ്റ്റാഫിനെയും ഒക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ ആവശ്യത്തിനുള്ള എന്തും കൂടി വേണം, സ്പേസും വേണം. ഉണ്ടോ, ആവശ്യത്തിന് സ്പേസും വേണം. അക്കോർഡിംഗ് ടു ദ സൈസ് ഓർ നമ്പർ ഓഫ് ബെഡ്സ് ദ ഹോസ്പിറ്റൽ ഈസ് ക്ലാസിഫൈഡ്. അപ്പൊ അങ്ങനെ ആ ഹോസ്പിറ്റലിന്റെ വലിപ്പം, നമ്പർ ഓഫ് ബെഡ്സ് ഇതിനെ അടിസ്ഥാനമാക്കി ഹോസ്പിറ്റലുകളെ റീജിയണൽ ഓർ ടീച്ചിങ് ഹോസ്പിറ്റൽ, പേരുകളൊന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. പ്രാദേശിക ആശുപത്രി ഉണ്ട്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ഉണ്ട്, ജില്ലാ ആശുപത്രികളുണ്ട്, റൂറൽ ഹോസ്പിറ്റലുകളുണ്ട്, ഗ്രാമീണ ആശുപത്രികളുണ്ട്. ഓക്കെ. ഇനി അതിന്റെ ഡീറ്റെയിൽ നമ്മൾ ഓരോന്നും വീണ്ടും അവിടെ കൊടുത്തിട്ടുണ്ട്. റീജിയണൽ ഹോസ്പിറ്റൽ എന്താണ്? ദ ഹോസ്പിറ്റൽ ഹാവ് മോർ ദാൻ 500 ബെഡ്സ്. കണ്ടോ, 500 ബെഡ്സിൽ കൂടുതലുള്ളതാണ് റീജിയണൽ ഓർ ടീച്ചിങ് ഹോസ്പിറ്റൽ. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അവിടെ ബെഡിന്റെ കപ്പാസിറ്റി ഇത് ചോദിക്കൂ കേട്ടോ. ദ ഹോസ്പിറ്റൽ ഹാവ് മോർ ദാൻ 500 ബെഡ്സ്. അതാണ് റീജിയണൽ ഓർ ടീച്ചിങ് ഹോസ്പിറ്റൽ. ഓക്കെ, അത്രയും ഒന്ന് നോക്കി വെക്കുക. ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കിയാൽ മതി കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നോക്കാം. പിന്നെ ഇതിപ്പോ തുടങ്ങി കഴിഞ്ഞാൽ 3 കൂടി അവിടെ തീർക്കണം. അപ്പൊ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് പഠിക്കാനും പറ്റും. അപ്പൊ ഇത്രയും നിങ്ങൾ ആ പേരുകൾ മാത്രം അവിടെ വരെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ബേസിസ് ഓഫ് സൈസ് ഓഫ് നമ്പർ ഓഫ് ബെഡ്സ് അനുസരിച്ച് ഹോസ്പിറ്റലുകളെ 3ആയിട്ട് തിരിക്കാം. റീജിയണൽ ഹോസ്പിറ്റൽ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, റൂറൽ ഹോസ്പിറ്റൽ. അത്രയും നോക്കി വെക്കും. ബാക്കിയിട്ട് നമുക്ക് ഫ്രൈഡേ ഉണ്ട്. അപ്പൊ ഫ്രൈഡേ ബാക്കിയുള്ളത് നമുക്ക് തീർക്കാം. ഓക്കെ, ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ആദ്യത്തെ നമ്മൾ പഠിച്ചതൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾ അത്രയും വലിയ പാരഗ്രാഫ് കണ്ടിട്ട് ആരും പേടിക്കൊന്നും വേണ്ട. അത് ജസ്റ്റ് തന്നെ നമ്മള് 17th 18th സെഞ്ചുറി മുതലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. വലിയ പാരഗ്രാഫ് ആണല്ലോ എന്ന് വെച്ച് വിഷമിക്കില്ല. അതിൽ നിന്നൊന്നും അങ്ങനെ അധികം ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കി വെക്കുക. അതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞേക്കണേ, ആശയം എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് നമ്മൾ പറഞ്ഞു ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽ 5 ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഓരോന്നിനെ ബേസ് ചെയ്തിട്ട് എത്രയായിട്ട് തിരിക്കാന്നുള്ളത് എല്ലാ ഫസ്റ്റ് പേപ്പറിലും ഓരോന്ന് മാറി മാറി ചോദിക്കാറുണ്ട്. അത് തന്നെ പഠിച്ചു വെക്കണം.
പിന്നെ അതിന്റെ ജനറൽ ഹോസ്പിറ്റല്, സ്പെഷ്യൽ ഹോസ്പിറ്റല്, അതിന്റെ എക്സാമ്പിൾ പറയുന്നത് ജനറൽ ഹോസ്പിറ്റൽ എന്താണ്, സ്പെഷ്യൽ ഹോസ്പിറ്റൽ എന്താണ്, അത് അതുപോലെ തന്നെ പഠിച്ചു വെക്കണം. പിന്നെ അടുത്തതാണ് നമ്മുടെ സൈസ് ഓഫ് നമ്പർ ഓഫ് ബെഡ്സിന്റെ അടിസ്ഥാനത്തിൽ 3ആയിട്ട് തിരിച്ചു. അത്രയും മതി. അതിന്റെ ഡീറ്റെയിൽ അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇനിയിപ്പോ നെക്സ്റ്റ് മാം നിങ്ങൾക്ക് ജോയിൻ ചെയ്യൂ കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ക്ലാസ് എടുക്കുന്നതിലോ? നിങ്ങൾക്ക് മനസ്സിലാവായിക്കോ? എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. മനസ്സിലാവുണ്ടോ? ഫോളോ ചെയ്യാൻ പറ്റണില്ലേ? ഇതൊക്കെ ഒരുവിധം നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയല്ലേ, പുതിയതായിട്ടൊന്നുമില്ല. ഫസ്റ്റ് സെക്കൻഡ് ചാപ്റ്റർ നമുക്ക് എളുപ്പമുള്ളത് തന്നെയാണ്. പിന്നെ തേർഡും അല്ല, കുറെ ആദ്യത്തെ ചാപ്റ്ററുകളൊക്കെ നമ്മൾ എച്ച് പഠിച്ചതിന്റെ കണ്ടിന്യൂഷൻ പോലെ പറഞ്ഞോണ്ട് പുതുമയൊന്നുമില്ല. ഇനി 6th 7th മൊഡ്യൂളിലൊക്കെ നമുക്ക് കുറച്ചുണ്ട്, എന്നാലും കുറെയൊക്കെ ഉണ്ടാവും. അതിന് ബേസ് ചെയ്ത് വന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇത് ഓൾമോസ്റ്റ് നമ്മൾ പഠിച്ചതൊക്കെ തന്നെയാണ് കേട്ടോ. ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റലൊക്കെ നിങ്ങൾ കുറെ പഠിച്ചതൊക്കെ തന്നെയല്ലേ. ഓക്കെ, ബാക്കിയൊക്കെ നമുക്ക് ഫ്രൈഡേ നോക്കാം. ഓക്കെ, താങ്ക് യു. ഇതൊന്ന് വായിച്ചു വെക്കണം കേട്ടോ. അറിയാന്ന് പറഞ്ഞിട്ട് വായിക്കാതെ ഇരിക്കരുത്, വായിച്ച് തന്നെ വെച്ചേ.